ഒന്ന് രണ്ട് കാര്യം കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുള്ളതിനെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ പറയുന്നത് ഷെയർ ചെയ്യുന്ന കാണാമല്ല. ഈ ക്രൈറ്റീരിയ പറയുന്നത് പാനിക് ഡിസോർഡറിനെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പാനിക് ആയി പോകുന്ന അവസ്ഥയാണ് ഈ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും അത് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഗ്നിറ്റീവ് സിംറ്റംസും കാണാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ തന്നെ പാനിക് സ്പെസിഫയർ എന്നും പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. പാനിക് അറ്റാക്ക് സ്പെസിഫയർ എന്നാണ് പറയുന്നതിന്. അപ്പം ആ ഒരു സ്പെസിഫയർ ആണ് DSM-5 ഇപ്പോഴും പ്രത്യേകമായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നിട്ട് അവർ പറയുകയാണ്, ഈ സ്പെസിഫയർ ആയിട്ടുള്ള ഈ പാനിക് അറ്റാക്ക് സ്പെസിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട ഏത് രോഗാവസ്ഥയിലും ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇനി നമ്മൾ പഠിക്കാനായിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് സ്ട്രെസ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ രോഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പം അതിനകത്ത് പോസ്റ്റ് ട്രോമാറ്റിക് അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന, അക്യൂട്ടിനകത്ത് വലുതായിട്ട് ഈ പാനിക് ഉണ്ടാകത്തില്ല, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ആൾക്കാർക്ക് ഈ പാനിക് അറ്റാക്ക് സ്പെസിഫയർ കാണിക്കാം. അത് അൻസൈറ്റി നിലനിൽക്കുന്നത് കൊണ്ടാകാം. അപ്പം അതിനകത്ത് അവർ പറയുന്നത് ഈ ആ ഒരു അവസ്ഥ നിലനിൽക്കേ ആ പാനിക് സ്പെസിഫയർ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ആളുടെ രോഗം PTSD എന്ന് പറയുന്നതാണ്. പക്ഷെ അതിനകത്ത് ഈ അറ്റാക്കിന്റെ സിംറ്റം വരുന്നു, പാനിക് അറ്റാക്ക് സംഭവിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യേണ്ടത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വിത്തിൻ പാനിക് സ്പെസിഫയർ എന്നും പറഞ്ഞായിരിക്കണം, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നും പറഞ്ഞായിരിക്കും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇച്ചിരി കൺഫ്യൂസിങ് ആണത്, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വിത്ത് പാനിക് അറ്റാക്ക്, പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞ് പറയണം. കാരണം അത് വേറൊരു രോഗമാണ്, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ കിടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്ററിൽ കിടക്കുന്ന രോഗമാണ് ഈ PTSD എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും അത് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. അതിനകത്ത് നമുക്ക് എന്താണ് ഈ ആൻസൈറ്റിയുടെ സിംറ്റംസ് അതിനകത്ത് വരുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം അത് നോട്ട് ചെയ്യണം എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ പാനിക് ഡിസോർഡറിനകത്ത് അതിൻ്റെ സ്പെസിഫയർ കാണാം. അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യാൻ പാടില്ല. കാരണം പാനിക് ഡിസോർഡറിൽ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ ഇൻക്ലൂഡഡ് ആണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സർ, ഒരു ഡൗട്ട് ഉണ്ട്. പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അത് ഡിസോർഡർ ആയിട്ട് മാറാം? അല്ല, പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ, അത് പാനിക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഫിസിക്കൽ ചേഞ്ചും കോഗ്നിറ്റീവ് സിംറ്റംസും ഉണ്ടാകാം. എന്നാൽ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന വേറൊരു അവസ്ഥയാണ്. അറ്റാക്കിന് തത്തുല്യമായിട്ടുള്ള എല്ലാ സിംറ്റം അറ്റാക്ക് ആണത്, റിയലി അറ്റാക്കാണ്. പക്ഷെ അവർക്ക് എന്താണ്, നമ്മൾ ECG എടുക്കുമ്പോൾ ആ ഒരു വേരിയേഷൻ കാണത്തില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള വ്യത്യാസം. പിടികിട്ടിയോ സംഭവം? അപ്പം ഇതിനകത്ത് ഈ പാനിക് ഡിസോർഡറിനകത്ത് തന്നെ ആ ക്രൈറ്റീരിയയിൽ ഈ പാനിക് സ്പെസിഫയർ എന്ന് പറയുന്ന സംഭവം അവിടെ കിടക്കുന്നത് കൊണ്ട് പാനിക് സ്പെസിഫയർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ രോഗത്തിൽ ഈ പാനിക് ഡിസോർഡറിനകത്ത് നമ്മളത് ആഡ് ചെയ്യാറില്ല. ഇനി ക്രൈറ്റീരിയകൾ നോക്കാം. പാനിക് അറ്റാക്സ് ആർ ഡിസ്ക്രീറ്റ് എപ്പിസോഡ്. എന്താണ്, ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു എപ്പിസോഡാണ്. വളരെ റെയർ ആയിട്ടൊക്കെ ചില ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു എപ്പിസോഡാണ്. ഇന്റൻസ് ഡ്രെഡ് ഓർ ഫിയർ, പെട്ടെന്ന് തന്നെ അവർക്ക് പേടിയുണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ അൻസൈറ്റി ഉണ്ടാകുന്നു. ഈ അൻസൈറ്റി ഉണ്ടാകുന്ന ഉടനെ തന്നെ അക്കമ്പനീഡ് ബൈ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് സിംപ്റ്റം. അവർക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും ശാരീരിക ചേഞ്ചുകളും ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ കോഗ്നിറ്റീവായിട്ടുള്ള സിംറ്റംസും ഈ ആൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ പാനിക് അറ്റാക്ക് ഈസ് ഡിസ്ക്രീറ്റ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് സഡൻനെസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ ആണ് ഇത് സംഭവിക്കുന്നത്. ആൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, അൻസൈറ്റി ഉണ്ടാകുന്നു, അവർക്ക് കൺട്രോൾ, പെട്ടെന്ന് അവരെ ഫിസിയോളജിക്കൽ ചേഞ്ചുകൾ മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കോഗ്നിഷനകത്ത് ചേഞ്ചുകൾ സംഭവിക്കുന്നു. പിന്നെ ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്നതാണ് ഈ പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ.
അതോടൊപ്പം തന്നെ ഒപ്പോസിറ്റ് ദ ഗ്രാജുവൽ ബിൽഡിംഗ് ആൻഷ്യസ് അറൗസൽ. അപ്പം ഗ്രാജുവൽ ആയിരിക്കും പിന്നെ ആൻസൈറ്റി ബിൽഡ് ചെയ്ത് വരുന്നത്. പാനിക് ഡിസോർഡർ ഈസ് അറ്റാക്സ് ഓഫ് പാനിക് ദാറ്റ് ആർ അൺഎക്സ്പെക്ടഡ്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഇത് സംഭവിക്കുന്നത്, ഈ ആൻസൈറ്റി ആയിട്ട് ഉണ്ടാകുമ്പോൾ. ഇപ്പം ഇതൊരു കഥയുണ്ട്, ഒരു ഗ്രീക്ക് ദേവന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാനിക്കിനെ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ കഥ നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിലോ വായിച്ചു നോക്കുക കേട്ടോ. The panic attack is a circumstantial period of intense fear or discomfort that develops suddenly, usually beginning with cardiac symptoms and difficulty breathing. പെട്ടെന്ന് തന്നെ ഈ കാർഡിയാക് ആയിട്ടുള്ള പ്രയാസങ്ങളും അതിനകത്ത് ബ്രീത്ത് എടുക്കാനായിട്ടുള്ള അസ്വസ്ഥങ്ങളും ഒക്കെ ആയിരിക്കും ഇവർക്കുണ്ടാകുന്നത്. ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ പറയുന്നത്, ഒന്നാമത്തത് there are 3 type of panic attacks. പാനിക് അറ്റാക്കിന് നമുക്ക് 3 രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, അൺഎക്സ്പെക്ടഡ് അറ്റാക്ക് വിത്ത് നോ അപ്പാരന്റ് ട്രിഗർ. ഒരു ട്രിഗറോ പുറമേ നിന്നുള്ള ഒരു സ്റ്റിമുലിയോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കയറുന്ന അറ്റാക്കിന് സത്യമുള്ളിയമായിട്ടുള്ള ഒരു ട്രിഗർ സംഭവിക്കുന്നു. അൺഎക്സ്പെക്ടഡ് അറ്റാക്സ് ആയിരിക്കും. രണ്ടാമത്തത് സിറ്റുവേഷനലി ബൗണ്ട് അറ്റാക്സ്. ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആന്റിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയോ എർത്തിക്വിക്കിനെ കുറിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് സംഭവിക്കാനായിട്ട് സാധിക്കുന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷണൽ ബൗണ്ട് ആയിട്ട് ചില ആൾക്കാർക്ക് ഈ അറ്റാക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അൺഎക്സ്പെക്ടഡ് അറ്റാക്ക് ആണോ അതോ സിറ്റുവേഷനിലാണോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. മറ്റൊരെണ്ണം, സിറ്റുവേഷനലി predisposed, usually associated with a specific fear inducing triggers like actual experience of the earthquake. ആക്ച്വൽ ആയിട്ടുള്ള ഒരു എർത്തിക്യൂക്കിനെ അവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. പണ്ട് ഞങ്ങൾ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് തമിഴ്നാട്ടില് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ ശ്രീലങ്കയിൽ നിന്ന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റർ ഭയങ്കര ഒരു നല്ല ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങളുടെ ബാച്ച് ഞങ്ങളാണെന്ന് കുഞ്ഞു പിള്ളേര്, ഞങ്ങളുടെ ഏതാണ്ട് ഒരു 16, 17, 18 വയസ്സൊക്കെ ഉള്ളു ആ സമയത്ത്. 18, 19 വയസ്സൊക്കെ ഉള്ളു. ഒരു ഇച്ചിരി ഏജിലായിട്ടുള്ള 10, 30, 40 വയസ്സൊക്കെ ഉള്ളൊരു സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഈ സിസ്റ്ററിന് ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാകും, ബ്രദേഴ്സ് ആകുന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ഇവരെവിടെ പോയാലും ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവരെ കളിയാക്കാനായിട്ട് ഇവരെ പുറകെ കൂടി ചെന്ന് ഒരിക്കൽ ഞങ്ങൾ എന്തോ സംസാരിച്ച് ചെന്നപ്പോഴത്തേക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആള് ഞെട്ടിത്തെറിക്കുന്ന ഇങ്ങനെ കാണാമായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ബാച്ചില് കുറച്ച് പേരുണ്ട്. ഇവര് പുറകെ പോയി സിസ്റ്റർ ചോറ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ചായ കുടിച്ചുകൊണ്ടാക്കി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവര് പുറകെ പോയിട്ട് കൈയടിക്കും ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട്. ഇവർ അവിടെ നിന്ന് ആ പേനായി എടുത്ത് തെറ്റിത്തെറിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകുന്ന ഒരവസ്ഥ. പിന്നീട് ഒരു ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് ഞങ്ങൾ ആ സിസ്റ്ററിന്റെ ആ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് തെറാപ്പി സെഷനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കാര്യം മനസ്സിലാകുന്നത്. കാര്യം മനസ്സിലാകാനായിട്ടുള്ളത് അവർ പറഞ്ഞത്, പരിപാടി ക്ലാറ്റില്ലേ കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാം സാർ. ഓക്കെ, സോറി, എന്ത് പറ്റിയ കേട്ട് ഗ്രൂപ്പ് തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പിയിൽ ചെന്നപ്പോഴാണ് ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് ചെന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഈ കാര്യം എന്ത് പറ്റി ക്ലിയർ ആണ്. ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് ചെന്നപ്പോഴാണ് ശരി. അപ്പൊ ഈ ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് പറയുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവര് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബോംബ് വന്ന് ഇവര് കോൺവെന്റിന്റെ അരികെ വീഴുമായിരുന്നു. അങ്ങനെയൊക്കെ അവര് ഭയങ്കരമായിട്ട് പേടിച്ച് വരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കേട്ട് കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് ഇതുപോലെ പ്രയാസപ്പെടും. അപ്പം അതൊരു റിയൽ സിറ്റുവേഷൻ ആണ്. ഇതുപോലെ സിറ്റുവേഷനിൽ പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക് ഈ പാനിക് അറ്റാക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ അറ്റാക്ക് കണക്കുണ്ടാകാം. അപ്പം ഈ 3 രീതിയിലാണ് ഈ പാനിക് അറ്റാക്കിന്റെ സിംറ്റം നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ സാധാരണ രീതിയിൽ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്, ക്രൈറ്റീരിയ എ പറയുന്നത് റെക്കറന്റ് അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്ക്, ഓൾ ഓഫ് എ സഡൻ ഉണ്ടാകുന്ന ഒരു അറ്റാക്കിന് തത്തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഉണ്ടാവും. ഇവിടെ നമ്മൾ സ്പെസിഫയർ ആയിട്ട് ഇൻക്ലൂഡഡ് ആണെങ്കിലും ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയില് റെക്കറന്റ് അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഈ പാനിക് ഡിസോർഡറിനകത്ത് സ്പെസിഫയർ ഇൻക്ലൂഡ് ചെയ്യാത്തത്. റെക്കറന്റ് അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്ക്. A panic attack is an abrupt intense fear or intense discomfort that reaches peak within minutes. അപ്പം ഈ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ അവർക്ക് ആ അൻസൈറ്റി ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിയർ ലെവലിലേക്ക് ഇവർ പോകുക. ആൻഡ് ഡ്യൂറിങ് വിച്ച് ടൈം 4 or more of the following symptom occur. ഈ ഒരു സമയത്ത് ആ ഒരു വിത്തിൻ ദ മൊമെന്റ്, ആ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏകദേശം ഒരു 13 ക്രൈറ്റീരിയകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 4 അതിൽ അപ്പുറമോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾക്ക് ഈ പാനിക് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നാമത്തത് പാൽപിറ്റേഷൻ, പോണ്ടിങ് ഹാർട്ട് ഓർ ആക്സിലേറ്റഡ് ഹാർട്ട് റേറ്റ്. പെട്ടെന്ന് ഹൃദയം ഇടിപ്പ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പാൽപിറ്റേഷൻ, പോണ്ടിങ് ഹാർട്ട്, ഹൃദയം ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ഇതാകുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. രണ്ടാമത്തെ സ്വെറ്റിങ്, അവർക്ക് വിയർപ്പിന്റെ ഇതുണ്ടാകുന്നു. ട്രെംബിളിങ് ഓർ ഷെയ്ക്കിങ്, ഹൈവറയ്ക്കുന്ന ഷെയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെൻസേഷൻ ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഓർ സ്മോത്തറിങ്, അവർക്ക് ശ്വാസം എടുക്കാനായിട്ട് പറ്റാതെ വരുന്ന അവസ്ഥയായിട്ട് തോന്നുന്നു. ഫീലിംഗ് ചോക്ക്, ഇങ്ങനെ ചോക്കിംഗ് ആയിട്ട് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം, ഡിസ്കംഫർട്ടായിട്ട് അനുഭവപ്പെടാം. പെട്ടെന്ന് ഛർദ്ദിക്കണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാകാം. അബ്നോർമൽ ഡിസ്ട്രസ് അവർക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. തലചിറ്റല്, അൺസ്റ്റഡി, ലൈറ്റ് ഹെഡഡ് ഓർ ഫെയിൻഡ്, തലയിട്ട് വീഴുകയോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് പോകാം. ശരീരം പെട്ടെന്ന് ചില്ലാകുന്നത് തോന്നാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് തന്നെ ഉള്ളില് ഭയങ്കര ഹീറ്റ് സെൻസേഷൻ തോന്നാനായിട്ടുള്ള സാധ്യത ഉണ്ടാകാം. ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ്, അവർക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ, നമ്മായി പോകുന്ന ഒരു തോന്നലുകൾ. ഇതാണ് കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകുന്നത്. ഡിറിലൈസേഷൻ, ഫീലിംഗ് ഓഫ് അൺറിയാലിറ്റി, അവരെവിടെയാണ് എന്താണെന്ന അവസ്ഥ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അവരാരാണെന്നുള്ള അറിവുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം ഫിയർ ഓഫ് ലോസിങ് കൺട്രോൾ ഓർ ഗോയിങ് ക്രേസി, ഭയങ്കര ഒരു ഭ്രാന്തിന്റെ അവസ്ഥ കണക്ക് ഇവരെ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫിയർ ഓഫ് ഡൈയിങ്, ഇപ്പൊ ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും ഈ സമയത്ത് അവർക്കുണ്ടാകും. ഇങ്ങനെ ഈ 13 കാര്യങ്ങളിൽ ഏതെങ്കിലും 4 നിർബന്ധമായിട്ട് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആൾക്ക് പാനിക് ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ സർ. ഇനി ക്രൈറ്റീരിയ ബി അവർ വീണ്ടും പറയുകയാണ്. At least one of the attacks has been followed by 1 month. ഒരു മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? പെർസിസ്റ്റന്റ് കൺസേൺ ഓർ വറി അബൌട്ട് അഡീഷണൽ പാനിക് അറ്റാക്സ് ഓർ എയ്തർ കോൺസിക്വൻസ്. അവർക്ക് എന്താണ് ഇനി ഇത് സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ചിന്തകൾ പിന്നീട് അവർക്കുണ്ടാകും. ഒരിക്കലുണ്ടായി, ഒരു അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്കിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി, പിന്നീട് ഇത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യും? അവർ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് കാര്യങ്ങൾ ചിലപ്പോൾ നിർത്തിക്കളയും, അല്ലെങ്കിൽ അൺഫെമിലിയർ സിറ്റുവേഷൻസിൽ പോകുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. എല്ലാ രീതിയിലും അവോയ്ഡൻസ് ആയിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ക്രൈറ്റീരിയ ബി ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്രൈറ്റീരിയ സി പറയുന്നത് the disturbance is not attributable to the physiological levels of substance. ഇതുപോലെ ചില സബ്സ്റ്റൻസുകൾ എടുക്കുന്ന ആൾക്കാരില് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാരിലൊക്കെയും ഈ ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് റൂൾ ഔട്ട് ചെയ്യണം.
അതോടൊപ്പം തന്നെ ക്രൈറ്റീരിയ ഡി പറയുന്നത് ദ ഡിസ്റ്റർബൻസ് ഈസ് നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻ ബൈ അനദർ മെന്റൽ ഡിസോർഡർ. മറ്റ് മാനസിക രോഗാവസ്ഥകൾ ഉള്ളവർക്ക്, ഞാൻ നേരത്തെ പോസ്റ്റ് ട്രോമാറ്റിക്കിന്റെ കാര്യം പറഞ്ഞു, ആ അവസ്ഥയിലും ഇത് കാണാം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് പോസ്റ്റ് ട്രോമാറ്റിക് ആണ്. ഈ പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ അല്ല, മറിച്ച് പോസ്റ്റ് ട്രോമാറ്റിക് വിത്ത് സ്പെസിഫയർ ആണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ അതിനെ അസസ് ചെയ്യണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ക്രൈറ്റീരിയ എ മസ്റ്റ് ബി മെറ്റ്. അതെന്ന് പറഞ്ഞാൽ റെക്കറന്റ് അൺഎക്സ്പെക്ടഡ് പെയിൻ ആയിരിക്കും, അറ്റാക്ക് ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനകത്തും ഫിസിക്കൽ ചേഞ്ചിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ 13 ക്രൈറ്റീരിയകൾ അവർ എടുത്തു പറയുന്നുണ്ട്, 13 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 4 നിർബന്ധമായിട്ടും മീറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ അവസ്ഥയിലൂടെ ഒരിക്കൽ വന്ന് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള അതുപോലെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് ആലോചിച്ച് അവര് അതിലേക്ക് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സിറ്റുവേഷൻ അവർ ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതൊരിക്കലും ഈ പാനിക് ഡിസോർഡർ അല്ല, മറിച്ച് സബ്സ്റ്റൻസിന്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെ ഇല്ലാത്ത ആൾക്കാരിൽ ഇത് സംഭവിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മാനസിക രോഗങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. ഇത്രയും ക്ലിയർ ആണോ? സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർക്കുണ്ടാകാം അല്ലേ? ഇപ്പൊ മറ്റു രോഗങ്ങളാണെങ്കിൽ PTSD ആവൂല്ലേ സാറേ? PTSD എന്ന് പറയുന്നത് വേറൊരു രോഗമാണ്, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണ്. മറ്റ് രോഗാവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അല്ലേ? മറ്റ് മാനസിക രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഇതേ രീതിയിലുള്ള സിംറ്റം ഉണ്ടാകാം. ആ മാനസിക രോഗങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. അതില്ല എങ്കിൽ മാത്രമേ ഈ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് പാനിക് അറ്റാക്ക് സ്പെസിഫയർ. സ്പെസിഫയർ എന്ന് പറയുന്ന ആ സംഭവം എന്താണെന്ന് പറയുകയാണ്. സിംറ്റംസ് ആർ പ്രസന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് എ പാനിക് അറ്റാക്ക്. അപ്പം ഈ പാനിക് അറ്റാക്കിനകത്ത് സിംറ്റം ഡീപേഴ്സണലൈസേഷൻ ഡിറിലൈസേഷന്റെ പറ്റി ഒന്ന് പറയാം. ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡിറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഒരു ഐഡിയ ഒന്ന് പറയാം. എന്താണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഓറിയന്റേഷൻ, അവരാരാണ്. ഡീപേഴ്സണലൈസേഷൻ എന്താണ്? അത് സാധാരണ കൊഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻസിനകത്താണ് സംഭവിക്കുന്നത്, കൊഗ്നിറ്റീവ് ഡിസോർഡറിനകത്ത്. അപ്പം അവർക്ക് അവർ ഓറിയന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകും. ഞാൻ ആരാണ്, നീ ആരാണ്, ഞാൻ ആരാണ്. അവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അറിയത്തില്ല, അവന്റെ അവസ്ഥകളെ കുറിച്ച് അറിയത്തില്ല. എന്താണോ അവൻ, ആ വ്യക്തിക്ക് അവന്റെ ബയോ ഡേറ്റാസ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഡിറിലൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ അവസ്ഥകൾ, അവരായിരുന്ന സ്ഥലവും ബൗണ്ടറിയും കാര്യങ്ങളും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ഡിറിലൈസേഷൻ എന്ന് പറയുന്നത്. നിയമം ഓക്കെ ആണോ? ഐഡിയ പോയിന്റ് ബാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നമ്മൾ ഡെപ്തില് അത് മനസ്സിലാക്കാം. ഇനി പാനിക് അറ്റാക്ക് സ്പെസിഫയറിന്റെ പ്രത്യേകത, സിംറ്റംസ് ആർ പ്രസന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് പാനിക് അറ്റാക്ക്. എങ്ങനെയാണ് പാനിക് അറ്റാക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ പാനിക് സ്പെസിഫയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ഒരു ഭാഗം ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹവർ പാനിക് അറ്റാക്ക് ഇസ് നോട്ട് എ മെന്റൽ ഡിസോർഡർ. ഈ പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ രോഗം ഒരു രോഗമാണ്. പക്ഷേ പാനിക് അറ്റാക്കിന്റെ സ്പെസിഫയർ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു മെന്റൽ ഡിസോർഡർ അല്ല, മറിച്ച് മറ്റുള്ള മെന്റൽ ഡിസോർഡറിനകത്ത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സ്പെസിഫയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് പാനിക് സ്പെസിഫയർ എന്ന് പറയുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയൂ സാറേ. പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗം, പാനിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ആ രോഗത്തിനകത്ത് എപ്പോഴും എന്താണ്, ഈ പാനിക് അറ്റാക്കിന്റെ സ്പെസിഫൈ ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ പാനിക് സ്പെസിഫയർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഒരു മെന്റൽ ഡിസോർഡർ അല്ല. മറ്റുള്ള രോഗങ്ങളിൽ, ഉദാഹരണത്തിന് പോസ്റ്റ് ട്രോമാറ്റിക് ഞാൻ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് വരുന്ന, അതിനകത്ത് ആഡപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പാനിക് അറ്റാക്ക് സ്പെസിഫയർ എന്ന് പറയുന്നത്.
തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ യെസ് ഫാദർ. പാനിക് ഇൻക്ലൂഡ് അല്ലേ, അതിൽ ഇൻക്ലൂഡ് ആണ്. അതെ, ഇൻക്ലൂഡ് ആണ്. Panic attacks can occur in the context of any anxiety disorder. ഏതൊരു anxiety disorder, നമ്മളിപ്പം ഒത്തിരിയേറെ anxiety disorder പഠിച്ചു. ആ anxiety disorderനകത്തെല്ലാം ഈ പാനിക് അറ്റാക്ക് സ്പെസിഫൈഡ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രസീവ് ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, മെഡിക്കൽ കണ്ടീഷൻസ്, കാർഡിയാക്ക്, റെസ്പിറേറ്ററി, ഇങ്ങനെയൊക്കെയുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസിനകത്ത്, ഇങ്ങനെയൊക്കെയുള്ളതിനകത്ത് എല്ലാം നമുക്ക് ഈ ഒരു പാനിക് സ്പെസിഫയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു രോഗമാണ് അഗ്രഫോബിയ എന്ന് പറയുന്ന ഒരു രോഗം. അഗ്രഫോബിയ. Marked fear or anxiety about 2 of the following 5 situations. ഏതെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 അവസ്ഥകളെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള പേടിയാണ് നമ്മൾ അഗ്രഫോബിയ എന്ന് പറയുന്നത്. ഒന്ന്, യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അഗ്രോഫോബിയ. അതെ, അഗ്രോഫോബിയ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ്, യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ചില ആൾക്കാർക്ക് എന്താണ്, ട്രാൻസ്പോർട്ടേഷനകത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ബസ്സുകള്, ട്രെയിൻ, ഷിപ്സ്, പ്ലാൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടാകാം. ബീയിങ് ഇൻ ആൻ ഓപ്പൺ സ്പേസ്. ചില വ്യക്തികൾ എന്താണ്, ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളിൽ നിൽക്കുമ്പോഴത്തേക്ക്, പാർക്കിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ്, ബ്രിഡ്ജുകൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടാകാം. ബീയിങ് ഇൻ എ എൻക്ലോസ്ഡ് പ്ലേസ്, അടച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാകും. സ്റ്റാൻഡിങ് ഇൻ ലൈനായിട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പം ചില ആൾക്കാർക്ക് പേടിയുണ്ടാകാം. ബീയിങ് ഔട്ട്സൈഡ് ഓഫ് ദ ഹോം എലോൺ, വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് പേടിയുണ്ടാകാം. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിനകത്ത് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റഗറിയാണ് മീറ്റ് ചെയ്യുന്നത്. The individual fears or avoids these situations because of thoughts and escape might be difficult or help might be available. ഇവർ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്കൊരു മാർഗവുമില്ല, എനിക്ക് അവിടെ നിന്ന് മാറാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ആകെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് പാനിക് ലൈക്ക് സിംറ്റം അവിടെ വെച്ച് ഉണ്ടാകുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത്, ദ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഓൾവേസ് പ്രൊവോക്ക് ഫിയർ ഓർ ആൻസൈറ്റി. ഈ സിറ്റുവേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ ആ 5 സിറ്റുവേഷനകത്ത് ഏതെങ്കിലും സംഭവങ്ങളിൽ അവർക്ക് എന്താണ്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയും പേടിയും ഉണ്ടാകുന്ന അവസ്ഥകൾ. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു സിറ്റുവേഷൻസിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ പറയുന്നത്. ബാക്കി ക്രൈറ്റീരിയ സെയിം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് ഒരു 6 മാസ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. 6 മാസക്കാലം അത് നീണ്ടു നിൽക്കണം. ഇനി മറ്റൊരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഇതിനകത്ത് സ്വാഭാവികമായി, ഇതെപ്പോഴും ഇഗ്നോ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തേക്കണം, അവർക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ഗാഡ് എന്നാണ് പറയുന്നത്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. എക്സസീവ് ആൻസൈറ്റി ആൻഡ് വറി occurring more days than not for the at least 6 months about a number of events or activities. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഈവൻസിനെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ മറ്റേതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആൻസൈറ്റിയിൽ അവർക്ക് എപ്പോഴും വെറുതെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അവസ്ഥ. എനിക്ക് ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഒന്നും വേണ്ട, മോടെ കല്യാണം ഓർത്ത് ടെൻഷൻ. ആളിപ്പം ഭയങ്കര മരുന്നൊക്കെ എഴുതുക. അവള് പ്രസവിക്കുന്നതിനെ കുറിച്ച് ടെൻഷൻ, അവളുടെ ഹസ്ബൻഡിന്റെ ജോലിയെ കുറിച്ച്, സകല കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വെറുതെ ഒന്നുമില്ല, അവരെല്ലാം വെൽ ടു ഡു ആണ്, പക്ഷെ ആള് വെറുതെ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കും. എന്താ അപ്പം ഇങ്ങനെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്താണ് ഈ ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് സംഭവിക്കുന്നത് റെസ്റ്റ്ലെസ്നെസ് ഓർ ഫീലിംഗ് ടീഡ് അപ്പ് ഓർ എഡ്ജ്, ബീങ് ഈസിലി ഫെറ്റിക്, പെട്ടെന്ന് തന്നെ അവർക്ക് ടയേർഡ് ആകുന്ന അവസ്ഥ, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇറിറ്റബിലിറ്റി ഉണ്ടാകും, മസിൽ ടെൻഷൻസ് ഉണ്ടാകും, സ്ലീപ്പ് ഡിസ്റ്റർബൻസുകൾ ഇവർക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളെ ഓർത്ത് ഒരേ സമയത്ത് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് അൻസൈറ്റി എന്ന് പറയുന്നത്. ദി അൻസൈറ്റി ഓർ വറി ഓർ ഫിസിക്കൽ സിംപ്റ്റം കോസ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്ട്രസ് ഓർ ഇമ്പയർമെന്റ് സോഷ്യൽ. അതുകൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ ഓക്കുപേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഫങ്ഷൻസിനകത്തൊന്നും വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് നോട്ട് ആട്രിബ്യൂട്ടബിൾ ടു ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് സബ്സ്റ്റൻസ്. ഏതെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലും ആകാനായിട്ട് പാടില്ല. ദ ഡിസ്റ്റർബൻസ് ഈസ് നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻ ബൈ അനദർ മെന്റൽ ഡിസോർഡർ. മറ്റ് മാനസിക രോഗങ്ങൾ കൊണ്ടാകാനും പാടില്ല. ആ ക്രൈറ്റീരിയ ഒന്നാമത്തത് കൃത്യമായിട്ട് മീറ്റ് ചെയ്താൽ നമുക്കതിന് ജനറലൈസ്ഡ് അൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാം. അപ്പൊ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ക്രൈറ്റീരിയ എടുത്താലും അവസാനം രണ്ട് മൂന്നെണ്ണം ഒക്കെ എപ്പോഴും റൂൾ ഔട്ട് ചെയ്യും നെഗറ്റീവാണ്, ബാക്കി ഒന്നോ രണ്ടോ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പം DSM-ന്റെ പ്രത്യേകതയാണ് എല്ലാ രോഗങ്ങളും ക്രൈറ്റീരിയകൾ ഇങ്ങനെ നിരത്തിപ്പോകും. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റു മാനസിക രോഗങ്ങളുണ്ടോ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒക്കെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് സിംറ്റംസ് ആയിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പം ഇതാണ് അൻസൈറ്റി ഡിസോർഡറിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഞാനിതൊരു ആങ്സൈറ്റി പെട്ടതാണല്ലോ അഗോറഫോബിയ സാറേ. അതെ. അപ്പൊ അത് ആങ്സൈറ്റിയുടെ ഏത് ലെവലാകുമ്പോഴാണ് ഈ അഗോറഫോബിയയിലേക്ക് വരാം? അവരുടെ ഇത് സ്പെസിഫൈ ചെയ്തെടുത്ത് പറയുകയാണ്. അതിനകത്ത് അവർക്ക് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഓപ്പൺ സ്പേസുകൾ, ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 അതിലപ്പുറം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ആ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തുള്ളൂ. സാർ ഇപ്പം പറഞ്ഞില്ലേ ജനറലൈസ്ഡ് ആങ്സൈറ്റി, അത് ഞാൻ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് തന്നെയല്ല ഇത് ഈ സിംറ്റംസ് ഒക്കെ വരുന്നത്, എല്ലാത്തിനും പേടിക്കാതാക്കുക. പിന്നെ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവരെ നോർമൽ ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂറോട്ടിക് സെന്ററിൽ. അവരുടെ പ്രത്യേകത ഓൾ ഓഫ് എ സഡൻ ആണ്. അതന്നെ പെട്ടെന്ന് വന്നിട്ട് അവർ എല്ലാത്തിനും പേടിക്കുക, അവർക്ക് റെസ്റ്റ്ലെസ് ആയിട്ട് ഉറക്കമില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ ഒരു ദിവസം ട്രീറ്റ്മെന്റിൽ തന്നെ അവര് ഏകദേശം നോർമൽ, ഭയങ്കര മെഡിസിൻ അവർക്കൊക്കെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തത്, മെഡിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ. പക്ഷേ ഈ ആങ്സൈറ്റി 6 മാസത്തിൽ ചുരുങ്ങിയത് ഉണ്ടാവണമെന്നല്ലേ? പിന്നെ എങ്ങനെ ഹൗ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് GAD? എന്ത് സാറേ? അല്ല, ഈ GAD ആയിട്ട് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും ഈ ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവണം എന്നല്ല പറയുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, 1 or 2 പ്രാവശ്യം ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ കയറിയത് ഗാർഡാണെന്ന് പറയരുത്. മറിച്ച് within at least some symptom having been present for more days than not for the past 6 months. അപ്പം പാസ്റ്റ് 6 monthsന് ഇടയ്ക്ക് അവർക്ക് ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രൈറ്റീരിയ വെച്ചത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എല്ലാ സിംറ്റംസിനകത്തും അങ്ങനെയാണ് അവർ ഓരോന്നിനകത്തും. ഇപ്പം ഉദാഹരണത്തിന് PTSD-യെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മറ്റേ ക്രൈറ്റീരിയ ഓരോന്നിനും എടുത്ത് പറയാം. അക്യൂട്ട് എന്ന് പറയുന്ന അവസ്ഥ പറയണമെങ്കിൽ തന്നെ അത് പ്രസന്റ് ടൈം. ആ രോഗം അടുത്തൊരു രോഗത്തിലേക്ക് പോകണമെങ്കിൽ ഇത്രയും കാലം മീറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കരുത്, ആ ടേം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഓൾ ഓഫ് എ സഡൻ അതങ്ങ് മാറിക്കോളും. ഐഡിയ ക്ലിയർ ആണോ സാറേ? അപ്പൊ നമുക്ക് പിന്നെ ഞാൻ ഈ നോട്ട് വേറൊരു ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നോട്ട് ആയതുകൊണ്ടാണ് ബാക്കി നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ക്രൈറ്റീരിയ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക, നോട്ട് ഇട്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് പറയുന്ന മറ്റൊരു രോഗാവസ്ഥ, അടുത്തൊരു ചാപ്റ്റർ OCD എന്ന് പറയുന്ന ഒരു രോഗമാണ്. OCD പറയുകയാണോ സാറേ?
ഫാദർ ഇതിന്റെ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യില്ലേ? നോട്ട് ഷെയർ ചെയ്ത് ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇട്ടത് കിട്ടി. താങ്ക് യു. വളരെ ഉപകാരം. അതെ, ഇന്നത്തെ ഞാൻ ഇടാം. ഇത് കഴിയുമ്പോ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. ഓക്കെ. ഇതൊന്ന് ഓടി ഇവിടുന്ന് ഇപ്പം നമ്മൾ കേട്ട് പോകുന്നു. മറ്റാകുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ ഉറപ്പിക്കാം. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. അടുത്ത രോഗമാണ് ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ. ആ ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രത്യേകത പറയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചോ? ഇല്ല. ഓക്കെ. ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ഈ ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആക്ഷനുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന എല്ലാ രോഗങ്ങളിലും കാണുന്നത്. ആ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കണം. OCD എന്ന് പറയുന്ന രോഗം ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആയിട്ടുള്ള ആക്ഷൻ. ആ തോട്ട് ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ആക്ഷൻ ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. നല്ലൊരു ബെസ്റ്റ് ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കല് ഒരാൾക്ക് ഈ ഒരു രോഗം OCD സിംറ്റമാണ്. ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ആള് 2 നില വീട്ടിലാണ് താമസിക്കുന്നത്. മുകളിലത്തെ റൂമില് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആള് യൂറിൻ പാസ് ചെയ്യാനായിട്ട് കയറും. യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ യൂറിൻ്റെ അംശങ്ങള് എന്താണ് തുള്ളികള് കാലിൽ വീണിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ആള് കാല് കഴുകും. ഒബ്സസീവ് തോട്ട്. കാല് കഴുകും. കാല് കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ചവിട്ടുമെത്തയില് ചവിട്ടിയ ആ കാലിന്റെ അഴുക്കെല്ലാം വെള്ളമെല്ലാം കളയും. പക്ഷേ ആ വെള്ളം അവിടെ പറ്റിയോ എന്ന് തോന്നിയിട്ട് അവിടെ തുടയ്ക്കും. വെള്ളം ഒഴിച്ച് കഴുകി വീണ്ടും തുടങ്ങും. അങ്ങനെ പിന്നീട് മുന്നോട്ട് നടക്കുമ്പോൾ മുറിയിൽ ഓരോ സ്ഥലങ്ങളിൽ ചവിട്ടിയോ എന്നുള്ള ഓർമ്മയുണ്ടായിട്ട് ആള് കംപ്ലീറ്റ് മുറി കഴുകും. ആ മുറി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ ആ അടുത്ത മുറി കഴുകും. അത് കഴിയുമ്പോൾ അടുത്ത മുറി കഴുകും. ആ സ്റ്റെപ്പ് മൊത്തവും കഴുകും. താഴത്തെ നില. അങ്ങനെ ഒരു വീട്ടിലെ 2 നില വീട് വരെ കഴുകുന്ന ഈ ഒബ്സസീവ് തോട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരു സാറ് പറഞ്ഞൊരു ഉദാഹരണമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇപ്പം ചില ആൾക്കാർക്ക് ഇത് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആക്ഷനും. പണ്ട് ഞങ്ങൾ ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടി, അവളൊരു +2 കഴിഞ്ഞൊരു കുട്ടിയാണ്. +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന, ഡിഗ്രിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇവൾക്ക് ഈ ഒരു പ്രയാസം ഉണ്ടായിട്ട് ഞങ്ങളുടെ സാൻപിയിൽ ഇവളെ കൊണ്ട് നിർത്തി. അന്ന് ഞങ്ങളുടെ വേറൊരു അച്ഛനായിരുന്നു നോക്കുന്നത്. അപ്പൊ ഒരിക്കല് ഇവള് കുളിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ടാങ്കിലെ വെള്ളം നമ്മൾ ഭയങ്കര ടാങ്കാണ്. എങ്ങനെയായാലും ഒരു 10-70 പേർക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളവും ഉപയോഗിക്കാനുള്ള വെള്ളം എല്ലാം നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഇവള് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് വെള്ളം അടിച്ച് കുളിക്കും. 2-3 മണിക്കൂർ നിന്ന് ഈ മോള് കുളിച്ചിട്ടേ അവളെ പുറത്തിറങ്ങത്തുള്ളൂ. അപ്പോൾ ഒരിക്കല് ബേണിയച്ച ഇങ്ങനെ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവളെ വഴക്ക് പറഞ്ഞ്, ഇനി മേലെ ഇത് നീ ചെയ്യരുത്. ഒരു 10-12 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മേലെ ഇത് ചെയ്യരുതെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും വൈകുന്നേരമായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പം നമ്മുടെ സാൻപിയുടെ പുറകിൽ ഞങ്ങൾക്കൊരു തെങ്ങുണ്ട്. 2 നിലയാണത്. അപ്പം ഈ തെങ്ങ് വളർന്ന് ടെറസിന്റെ മുകളിലോട്ട് കിടക്കുക. ടെറസിന്റെ മുകളിൽ പോകാം. ആ ടെറസിന്റെ മുറ്റത്ത് നിന്നിട്ട് നമുക്ക് കൈ എത്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തേങ്ങ പറിച്ചെടുക്കാം, കരിക്കുകയും പറിച്ചെടുക്കാം. അപ്പൊ ഇവള് ഞങ്ങൾ രണ്ടും വണ്ടി എടുക്കുന്നുണ്ട്. കരിക്കെടുത്ത് വെച്ച് അങ്ങോട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് ആ വണ്ടിയിൽ വീണില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞതിനെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കും ഇവരെ വശത്തിൽ നിന്നുണ്ടാകുന്നത്. ഈ ഒബ്സസീവ് തോട്ട് ഉണ്ടാകുമ്പോൾ ആ പ്രവൃത്തി അവർക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി മറ്റൊരു പയ്യൻ, അവിടെ അടുത്ത സ്ഥലത്തുള്ള ഒരു പയ്യനാണ്. അവനും 10ാം ക്ലാസ് അങ്ങാണ്ടാണ്. 10ാം ക്ലാസ്സിന്റെ ആ സമയത്തായിരുന്നു. അപ്പൊ അവന്റെ പപ്പ ഗൾഫിലായിരുന്നു. ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് പോകുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 പ്രാവശ്യം വായിലേക്ക് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം തൊണ്ടയിലെത്തി എന്ന് അവന് ഉറപ്പായെങ്കിൽ, തൊണ്ടയിലെത്തണം. അവന്റെ രീതി അതാ. തൊണ്ടയിലെത്തി എങ്കിൽ മാത്രമേ വായിൽ നിന്ന് അഴുക്ക് പോയെന്നുള്ള ചിന്ത ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ കുഞ്ഞുനാൾ മുതലേ ഈ അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവസാനം 10ലൊക്കെ ആയപ്പോഴത്തേക്ക് അവന്റെ പപ്പ നാട്ടിൽ വന്ന് പപ്പായുമായിട്ടാണ് എന്റെയൊക്കെ വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ ചില ആൾക്കാർക്കുണ്ടാകും. ആ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആക്ഷനുമാണ്. തോട്ടുണ്ടാകുമ്പോൾ ആ ആക്ഷൻ ചെയ്തിരിക്കണം. നമ്മൾ ഇതേ പേരിൽ തന്നെ വേറൊരു രോഗം പറഞ്ഞായിരുന്നു, പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ അത് ഒബ്സസീവ് തോട്ടും
കമ്പൽസറി ആക്ഷനും അല്ല അവിടെ ഉണ്ടാകുന്നത് പെർഫെക്ഷനിസമാണ്. തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. ഇനി OCD ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രസൻസ് ഓഫ് ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. ഒബ്സഷൻസ് ആർ റെക്കറന്റ് ആൻഡ് പെർസിസ്റ്റന്റ് തോട്ട്. ഈ ഒബ്സഷൻസ് എന്ന് പറയുന്നത് റെക്കറന്റ് ആയിട്ട് അവരുടെ ഉണ്ടാകുന്ന തോട്ട്സ് ആണ്. urge images that are experienced as intuitive and unwanted. അവർക്കത് വേണ്ട, പക്ഷെ അവർക്കത് ആവശ്യമില്ലാത്ത ചിന്തയാണ്, ആവശ്യമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്ന അവസ്ഥകൾ. അപ്പം കമ്പൽഷൻസ് ആർ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. ഈ തോട്ട് ഉണ്ടാകുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഓർ മെന്റൽ ആക്ട്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഫീൽസ് ഡ്രിവൺ ടു പെർഫോം ഇൻ റെസ്പോൺസ് ടു ഒബ്സഷൻ ഓർ അക്കോർഡിംഗ് ടു ദ റൂൾസ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് റിജിഡ്ലി. അത് ചെയ്യാതെ അവർക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് ഈ OCD പ്രത്യേകതയായിട്ട് പറയുന്നത്. Other obsessive, compulsive and related disorders are characterized primarily by a recurrent body focused repetitive behavior. അപ്പം ഈ OCD എന്ന് പറയുന്ന ആ പ്രോപ്പറായിട്ടുള്ള ഒരു രോഗവുമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ചില റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡറുകളുണ്ട്. ഉദാഹരണത്തിന് ബോഡി ഫോക്കസ്ഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. ചില ആൾക്കാർക്ക് ഹെയർ പുള്ളിങ്, സ്കിൻ പിക്കിങ്, കയ്യിലൊക്കെ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പിച്ചി എടുത്തിട്ട് അവിടെ പാട് വീഴും. അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ പറിച്ച് അത് കളയുന്ന അവസ്ഥകൾ, മീശ പറിച്ച് കളയുന്ന അവസ്ഥകൾ. അവിടെ അത്രയും പാട് വീണ് കഴിയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ടു ഡിക്രീ ഓർ സ്റ്റോപ്പ് ദ ബിഹേവിയർ. എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് മാറാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ OCDയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതിനകത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ ഒന്ന് ബോഡി ഡിസ്മോറിക് ഡിസോർഡർ എന്ന് പറയും. എന്റെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ട്? എന്റെ മൂക്കിന് ഒരിച്ചിരി വളവുണ്ടല്ലോ, എന്റെ മൂക്കിന്റെ മുകളിൽ ഒരു മറുകുണ്ടല്ലോ, ഈ മറുക് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ബോഡി ഡിസ്മോറിക് ആയിട്ടുള്ള ഡിസോർഡർ. ഹോർഡിംഗ് ഡിസോർഡർ സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹോർഡിംഗ് ഡിസോർഡർ. കൂടുതലും റിപ്പോർട്ട് ഒക്കെ അനുസരിച്ച് സ്ത്രീകളിലാണ്. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സാധനം വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഹോർഡ് ചെയ്യുന്ന ഒരു ഡിസോർഡർ. ട്രിച്ചിറ്റിലോമാനിയ അല്ലെങ്കിൽ ഹെയർ പുള്ളിങ്. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു, മീശ പറിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ. എസ്കോറിയേഷൻ, സ്കിൻ പിക്കിങ് എന്ന് പറയും. അപ്പം ഇത്രയും രോഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടും ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ ഡ്യൂ ടു അനദർ മെഡിക്കൽ കണ്ടീഷൻ, മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും ചില ആൾക്കാർക്ക് ഈ ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആക്ഷനും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഒന്നാമത്തത്, ദി ഇൻക്ലൂഷൻ ഓഫ് ദ ചാപ്റ്റർ ഓൺ ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇൻ DSM-5 റിഫ്ലക്ട് ദ ഇൻക്രീസിംഗ് എവിഡൻസ് ഓഫ് ദീസ് ഡിസോർഡർ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇത്രയും എലാബറേറ്റ് ആക്കി? അപ്പൊ ഇതിനു മുമ്പ് ഇത്രയും എലാബറേറ്റ് അല്ലായിരുന്നു DSM-നകത്ത്. ഇപ്പോഴും ഭയങ്കരമായിട്ടും എലാബറേറ്റ് ആക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജനങ്ങളിൽ ഈ ഒരു അവസ്ഥ അവർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡിസോർഡർ റിലേറ്റൻസ് ടു വൺ അനദർ ഇൻ ടേംസ് ഓഫ് റേഞ്ച് ഓഫ് ഡയഗ്നോസ്റ്റിക് വാലിഡേഷൻ. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ബോഡി ഡിസ്മോറിക് ഡിസോർഡർ ഒക്കെ വേറെ ഭാഗങ്ങളിൽ കിടന്നതാണ്. അതിനെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് അവർ ആക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണ് ഇതിനകത്തും സ്വാഭാവികമായും ഈ രോഗങ്ങൾ ട്രിച്ചിറ്റോമാനിയയിലും കോഡിംഗ് ഡിസോർഡറിനകത്തും എസ്കോറിയേഷനകത്തും എല്ലാം ഒബ്സസീവ് തോട്ടും വരുന്ന കമ്പൽസീവ് ആക്ഷനും വരുന്നത് കൊണ്ട് ഇതെല്ലാം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് കൊണ്ടിട്ടേക്കുന്നത്. Clinicians are encouraged to screen for these conditions in individuals who present with one of them and be aware of overlaps between these conditions. ചില ആൾക്കാരിൽ ഇതിന്റെ ഓവർലാപ്പുകൾ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓവർലാപ്പുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ആ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ടും മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സാർ, ഒരു ഡൗട്ട്, ഈ ബോഡി ഡിസ്മോർഫിക് നമുക്ക് സൊമാറ്റോഫോമിലല്ല ഉണ്ടായിരുന്നത്, അത് DSM-5 വന്നപ്പോൾ സൊമാറ്റോഫോമിലല്ല വരുന്നത്. ടൈപ്സ് ഓഫ് സൊമാറ്റോഫോം അതിനെ നമ്മള് സൊമാറ്റൈസേഷൻ സൊമാറ്റോഫോം ഡിസോർഡർ എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ആ ചാപ്റ്റർ എടുത്ത് മാറ്റിയിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ആൻസൈറ്റി. അപ്പൊ ആ ചാപ്റ്റർ ഉണ്ട്. സൊമാറ്റൈസേഷൻ സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് ഡീപേഴ്സണലൈസേഷൻ ഒക്കെ സംഭവിക്കുന്നത്.
മാറ്റി സംഭവം ഇങ്ങോട്ട്, ചില രോഗങ്ങൾ ഇങ്ങോട്ട് കൊണ്ടിട്ട് ചില രോഗങ്ങൾ ഓക്കെ. വിൽസൺ സാർ എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുകയാണോ സാറേ? അല്ല, ഓക്കെ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പം ആ പ്രോപ്പർ ആയിട്ടുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഓഫ് OCD ആർ പ്രസൻസ് ഓഫ് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ. ക്രൈറ്റീരിയ അവർ പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയയിൽ ആ പ്രസൻസ് ഉണ്ടാകണം, അവർക്ക് ഒബ്സസീവ് തോട്ടും ഉണ്ടാകണം, കമ്പൾസീവ് ആക്ഷൻ ഉണ്ടാകണം. അപ്പം ഇമ്പോർട്ടൻ്റ്ലി ഒബ്സഷൻസ് ആർ നോട്ട് പ്ലഷറബിൾ ഓർ എക്സ്പീരിയൻസ് ആസ് വോളണ്ടറി. ഈ തോട്ട് വരുന്നത് അവർക്ക് ഒരിക്കലും ആ തോട്ട് സന്തോഷം കൊടുക്കുന്ന സംഭവമേ അല്ല, അല്ലെങ്കിൽ അത് അവർക്ക് വോളണ്ടറി ആയിട്ട് വരുന്നതുമല്ല, അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വോളണ്ടറി ആയിട്ട് വരുന്നതാണ്. എന്താണ്, പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അവർക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് വേണ്ട എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, പക്ഷേ അത് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ദേ ആർ ഇൻട്രൂട്ടീവ്. അതുകൊണ്ടാണ് ഇൻട്രൂട്ടീവ് തോട്ട്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഡിപ്രഷനൊക്കെയും ഒരു സിംറ്റം പറയുന്നത് ഈ ഇൻട്രൂട്ടീവ് തോട്ടാണ്. ഡിപ്രസീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ബ്രെയിൻ കെമിക്കൽ സംഭവങ്ങളൊക്കെ ഇതാകുന്നത് കൊണ്ട് അവർക്ക് ഈ ഇൻട്രൂട്ടീവ് തോട്ടുകൾ ഉണ്ടാകും. അപ്പം അതേ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള തോട്ട്സുകളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. ഇൻട്രൂട്ടീവ് ആണ്, അൺവാണ്ടഡ്. അപ്പം അതിന്റെ ക്രൈറ്റീരിയ അത് അത്രയാണ്. കമ്പൾഷൻസ് റിച്വൽസ് ആണ്. അപ്പം മോസ്റ്റ് ഇൻഡിവിജ്വൽ വിത്ത് OCD ഹാവ് ബോത്ത് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ. ഇനി ഇവിടെ അവർ പറയുന്ന ഒരു സംഭവം, ചില ആൾക്കാരിൽ ഈ ഒബ്സഷൻ മാത്രമേ കാണത്തുള്ളൂ, ഭയങ്കര പ്രോമിനൻസ് അതായിരിക്കും. ചില ആൾക്കാർക്ക് എന്താണ് കമ്പൾസീവ് ആക്ഷൻ ആയിരിക്കും. അപ്പം എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ OCD എന്ന് പറയുന്നത്. Criteria B emphasize that obsession as compulsion must be time consuming. അതുകൊണ്ട് തന്നെ ഞാൻ ആ പയ്യന്റെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവന് നോക്കുന്നതാണ് ഈ അമ്മയുടെ ജോലി ഏറ്റവും കൂടുതൽ. ഇവൻ ഈ പല്ല് തേക്കാൻ നിന്നിട്ട് മണിക്കൂറുകളാണ് കളയുന്നത് ഈ മോടെ കാര്യം പറഞ്ഞതിനകത്ത്. അപ്പൊ അത് അവേഴ്സ് ആണ് അവരെടുക്കുന്നത്. അത് അങ്ങനെ അവേഴ്സുകൾ എടുത്ത് അതിനകത്തൂടെ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓർ കോസ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്ട്രസ് ഓർ ഇമ്പയർമെന്റ് ടു വാറന്റ് ഓർ ഡയഗ്നോസിസ് ഓഫ് OCD. അപ്പം അത് നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടാകണം. അതിന്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂയിസൈഡൽ തോട്ട്സ് ഒക്കർ അറ്റ് സം പോയിന്റ് ഇൻ ആസ് മെനി ആസ് അബൌട്ട് ഹാഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് OCD. നല്ലൊരു ശതമാനം ആൾക്കാരിൽ, പകുതിയിൽ കൂടുതൽ ആൾക്കാരിൽ ഈ സൂയിസൈഡൽ തോട്ട്സുകൾ OCD സിംറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ആർ ഓൾസോ റിപ്പോർട്ടഡ് ഇൻ അപ് ടു 1/4 ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് OCD. The presence of comorbid major depressive disorder increases the risk. ചില ആൾക്കാരിൽ ഈ OCD ഉണ്ടായി ഇങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താണ് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകാം. അപ്പം അതും ഇതിന്റെ ഒരു കൊമോർബിഡ് ക്രൈറ്റീരിയ ആയിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ രോഗത്തിന്റെ പ്രത്യേകത ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ഇൻഡിവിജ്വൽ വിത്ത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, ഫോർമലി നോൺ ആസ് ഡിസ്മോർഫോബിയ, ആർ preoccupied with one or more perceived defects of or flaws in their physical appearance. ഒന്നോ രണ്ടോ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിനകത്ത് അവരുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളെ അവര് കണ്ടെത്തിക്കൊണ്ട് അവര് പറയും അത് ഭയങ്കര അഗ്ലിയാണ്, ഞാൻ അൺഅട്രാക്റ്റീവ് ആണ്, അത് ഭയങ്കര അബ്നോർമൽ ആണ്, ഡിഫോംഡ് ആണ് എന്നിവര് നിർബന്ധമായിട്ടും പറഞ്ഞ് അതിനെക്കുറിച്ച് ഇങ്ങനെ തോട്ടുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് കുത്തിക്കീറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് നുള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ആ ഒബ്സസീവ് തോട്ടും ആ ഒരു ആക്ഷനിലേക്കും വരണം. ദ പെർസീവ്ഡ് ഫ്ലോസ് ആർ നോട്ട് ഒബ്സർവബിൾ ഓർ അപ്പിയർ ഓൺലി സ്ലൈറ്റ് ടു ദ അതർ ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂക്കിന്റെ മുകളിൽ ഒരു ചെറിയൊരു മറുകുണ്ട്. ഈ മറുക് കുഞ്ഞുനാളിലൊക്കെ ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അത് OCD അല്ല, സംഭവമല്ല. എന്നിരുന്നാലും എന്താണ് നമ്മൾ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പൊ ഇതൊരിക്കലും ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്
ഈ ബോഡി ഡിസ്മോർഫിക് ആയിട്ടുള്ള ആൾക്കാർ അത് ഭയങ്കര അഗ്ലിയാണ്, അബ്നോർമലാണ്, ഡിഫോമിങ് ചെയ്യുന്ന സംഭവമാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ദ പ്രീ ഓക്കുപേഷൻസ് ആർ ഇൻട്രൂറ്റീവ്, അൺവാണ്ടഡ്, ടൈം കൺസ്യൂമിങ്, ഒക്കറിങ്. ഇതിന്റെ പേരിൽ ഇങ്ങനെ 3-4 മണിക്കൂറും, ചില ആൾക്കാർ 3 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഒരു ദിവസം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ആൻഡ് യൂഷ്വലി ഡിഫിക്കൽട്ട് ടു റെസിസ്റ്റ് ഓർ കൺട്രോൾ. അത് അവർക്ക് കൺട്രോൾ ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. എക്സസീവ് റിപ്പറ്റേറ്റീവ് ബിഹേവിയർ ഓഫ് മെന്റൽ ആക്ട്സ് ആർ പെർഫോംഡ് ഇൻ റെസ്പോൺസ് ദ പ്രീ ഓക്കുപേഷൻ. ക്രൈറ്റീരിയ ബി പറയുന്നത് അതാണ്. അവരെന്താണ് നിർബന്ധമായിട്ടും ഈ ഒരു അവസ്ഥയെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. At some point during the course of disorder, the individual has performed a repetitive behavior. മൂന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് അതിനകത്ത് ക്രൈറ്റീരിയ എടുത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. മൂന്നാമത്തെ ഒരവസ്ഥയായിട്ട് പറയുന്നത് ദേ ആർ ടിപ്പിക്കലി ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൽട്ട് ടു റെസിസ്റ്റ് ഓർ കൺട്രോൾ. കോമൺ ബിഹേവിയർ ആർ കമ്പയറിംഗ് വൺസ് അപ്പിയറൻസ് വിത്ത് ദാറ്റ് ഓഫ് അതർ ഇൻഡിവിജ്വൽ. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരുടെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിസ്ട്രസ് ഉണ്ടാകുന്നു, ഇമ്പയർമെന്റ് സോഷ്യൽ ഒക്കുപേഷണൽ ഫങ്ഷൻസ് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എക്സസീവ്ലി ഗ്രൂമിങ് ഭയങ്കരമായിട്ട് മുടി ചെയ്യുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് അത് വെളുപ്പിക്കാനും കറുപ്പിക്കാനുമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ അവർ പോകുന്നതായിരിക്കും ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി ചില ആൾക്കാരിൽ ഈ മസിൽ ഡിസ്മോറിയ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ബോഡി ഡിസ്മോറിയക്ക് തന്നെയാണ് എ ഫോം ഓഫ് ബോഡി ഡിസ്മോറിക് ഡിസോർഡർ ഒക്കറിങ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഇൻ മെയിൽസ്. ആൺകുട്ടികളിലാണ് ഇതുണ്ടാകുന്നത്. കൺസിസ്റ്റ് ഓഫ് പ്രീ ഓക്കുപേഷൻ വിത്ത് ഐഡിയ ദാറ്റ് വൺസ് ബോഡി ഈസ് ടു സ്മോൾ ഓർ ഇൻസഫിഷ്യന്റ് ലീൻ ഓർ മസ്കുലർ. അവർക്ക് എന്താണ് അവരുടെ ശരീരം ഭയങ്കര ലീനാണ്, മസ്കുലർ അല്ല എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബോഡി മസിൽ ഡിസ്മോറിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ഫോം ഓഫ് ഡിസോർഡർ ആക്ച്വലി ഹാവ് നോർമൽ ലുക്കിംഗ് ബോഡി ഓർ ആർ ഈവൻ വെരി മസ്കുലർ. ഇവര് അത്യാവശ്യം നല്ല ബോഡി ശരീരമൊക്കെ ആയിരിക്കും, പക്ഷെ ഇവരുടെ ചിന്തകൾ ഇങ്ങനെയായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. അതിന്റെ ക്രൈറ്റീരിയ ഒരു 3-4 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. പ്രീ ഓക്കുപേഷൻ വിത്ത് 1 or more പെർസീവ്ഡ് ഡിഫക്ട്സ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്ട്സ് അവർ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരിൽ റിപ്പീറ്റേറ്റീവ് ബിഹേവിയറുകൾ നിർബന്ധമായിട്ടും ഉണ്ടാകണം. മറ്റൊരു ക്രൈറ്റീരിയ സി ക്രൈറ്റീരിയ പറയുന്നത് അവർക്ക് പിന്നീട് ഈ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഒക്കുപേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കണം. മറ്റൊരു സംഭവമായിട്ട് പറയുന്നത് അപ്പിയറൻസ് പ്രീ ഓക്കുപേഷൻ നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻ ബൈ കൺസേൺ വിത്ത് ബോഡി ഫാറ്റ്. അപ്പം ശരീരത്തിന്റെ ഭാരമോ വെയിറ്റോ ഒന്നും നോക്കാതെ തന്നെ ആയിരിക്കണം അവർക്ക് ഇതുണ്ടാകുന്ന അവസ്ഥ. അപ്പം അവർ സ്വാഭാവികമായിട്ട് ശരീരത്തിന്റെ ഭാരമൊക്കെ നോർമലാണ്, പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിട്ട് ഇവർ ഈ ഒരു രീതിയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയും മതിയാകും. നാളെ ഒരു 2 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകും. നാളത്തെ ക്ലാസ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ഒരു ഇച്ചിരി എല്ലായിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. PTSD ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പം അതായിരിക്കും നാളത്തെ ക്ലാസ്സിൽ, നാളെയല്ല മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നോട്ട് ഞാനിപ്പോൾ ഇട്ടേക്കാം. ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ടയേർഡായിപ്പോയി. അപ്പം നമുക്ക് ഇന്ന് നിർത്താം. ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ് ആരോ ഒരാൾ എന്തോ പറയുന്നു. അത് ഇന്നത്തെ ക്ലാസ്സിൽ വാസ് മച്ച് മോർ സ്പെസിഫിക്. അതായത് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. പക്ഷെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ഉള്ള എനിക്ക് ഇത്
ഈ കോഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഷുഡ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഓർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഈസ് ഇറ്റ്? ഞാൻ സൈക്കോളജി പഠിച്ച ഒരാളല്ല, പക്ഷെ അപ്പം അത്ര അങ്ങനെയാണോ അപ്രോച്ച് ചെയ്യേണ്ടത്? എങ്ങനെ അത് ഒരു ഈ DSM സ്പെസിഫൈഡ് ഈ ക്രൈറ്റീരിയാസ് ഹയറാർക്കി ഒക്കെ പറയുമ്പം ഒരു കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു അങ്ങനെയാണോ അപ്രോച്ച് ചെയ്യേണ്ടത്, അതോ എങ്ങനെയാ സാർ? സാർ ഇത് ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും വായിച്ച യാതൊരു പിടുത്തവും കിട്ടാത്ത സംഭവം ഇതേ. അപ്പൊ അതിന് കാരണം ഇതിന്റെ കൊമോർബിഡിറ്റികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഒരു രോഗത്തെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് എന്താണ് എന്ന് പറഞ്ഞ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, അതിനകത്ത് ഒരു ചെറിയ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അത് ആ സംഭവങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വേറെ ഒരെണ്ണം കൂടി വന്നില്ല. അത് എല്ലാ രോഗങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ കൊമോർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും അത്ര എക്സ്പെർട്ടൈസ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ ഇത് കൃത്യമായിട്ടും എന്ത് രോഗം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇപ്പം സംബഡി ഇഫ് ബ്രിങ്സ് സംബഡി, ഇപ്പം ഒരാള് പർപ്പസ്ഫുള്ളി ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തില്ല വിചാരിക്കാം, പക്ഷെ വേറെ ആരോ ആണ് ആ ക്ലൈന്റിനെ കൊണ്ടുവന്ന് വിചാരിക്കാം. സോ അവര് പെർസീവ് ചെയ്ത ഇൻഫർമേഷൻ അതായിരിക്കില്ല ഈ ആസ് എ സൈക്കോളജിസ്റ്റ്? ഒരിക്കലും ആകത്തില്ല. അവര് ഇപ്പം പഠിക്കാത്ത അറിയാത്ത ഒരാളെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് വെച്ചിട്ട് അത് ബൈസ്റ്റാൻഡർ പറയുന്ന സംഭവം സൈക്കോളജിസ്റ്റുകൾ അല്ലെ എന്താണ് സൈക്യാട്രിസ്റ്റുകൾ കേൾക്കാം. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള അസസ്മെന്റ് ഉണ്ട്. ആ അസസ് ചെയ്യുന്നതെല്ലാം ഈ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും. ഈ കുട്ടികളിലെ സോഷ്യൽ ആൻസൈറ്റി, അഗോറോഫോബിയ ഒക്കെ കൗൺസിലിംഗ് മാത്രം മതിയാവോ? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം മെന്റൽ ഡിസോർഡറുകളാണ്, മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ ആ രോഗം ഒരിക്കലും ഇവിടെയാണ് വലിയൊരു പ്രശ്നമേ. നമ്മുടെ കൗൺസിലിങ്ങും ഇതും തമ്മിലുള്ള ഭയങ്കര ഒരു ആൾക്കാർക്ക് കൃത്യമായിട്ട് സംഭവങ്ങൾ അറിയാത്തതിന്റെ ഒരു അവസ്ഥയാണ്. ഇന്ന് ഞാനെപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ ലഘുമാക്കൾ കൊണ്ട് ഇഷ്ടംപോലെ സൈക്കോളജി സെന്ററുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇങ്ങനെ ചവറ് കണക്ക്. എന്റെ ഞാനത് പറയും ഫൂളിഷ്നെസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിനകത്ത് എൻ്റെ എന്താണ് രണ്ട് ഭാഗമാണ്. ഈ ഇടയ്ക്ക് ഇന്ന് ഫേസ്ബുക്കിലെ വാട്സപ്പിൽ എവിടെയോ ഞാൻ കണ്ടത് RCI ഒരു നിയമം ഇറക്കിയേക്കുന്ന അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാത്തിനെയും പിടിച്ചു അകത്താക്കുന്നു പറഞ്ഞു. അപ്പൊ ഇതിന്റെ സംഭവം മാനസിക രോഗങ്ങള്. അപ്പൊ അതിന് ഓരോ സംഭവം നമ്മൾ ആദ്യം മൈൽഡ് മോഡറേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഉദാഹരണത്തിന് പറഞ്ഞു പോന്നെയാ. അപ്പൊ അതിന്റെയൊക്കെ ഗ്രേഡുകളും ഗ്രാവിറ്റികളും നോക്കിയിട്ടാണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ആൻസൈറ്റി ഡിസോർഡറിനൊക്കെ ചില ആൻസൈറ്റി ഡിസോർഡറിന് മെഡിക്കേഷൻ നിർബന്ധമാണ്. അപ്പൊ അത് ഈ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ മനസ്സിലാക്കി അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി വിട്ട് നമ്മളൊന്നും ചെയ്യരുത് എന്നറിയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇത് പഠിക്കേണ്ടത്. നമുക്ക് ഇപ്പൊ എന്താണ് ഇപ്പൊ ഒരാൾക്ക് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ആണെന്ന് തിരിച്ചറിഞ്ഞു. കൗൺസിലിങ്ങിനകത്ത് എങ്ങനെയാണ് അത് മാറ്റുന്നത്? കൗൺസിലിംഗ് ക്യാൻ ബി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ അതിനുള്ള സൈക്കോതെറാപ്പികൾ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അത് ഭയങ്കര ക്രോണിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ മെഡിക്കേഷൻ ആവശ്യമായിട്ട് വരും. ഞാൻ ആൻസർ ചെയ്തോ സമീറ മാം? ഓക്കെ. അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുണ്ട്. ആ കുട്ടി 9 വയസ്സായി. വീട്ടിൽ ഭയങ്കര ഓക്കെയാണ്. പക്ഷെ പുറത്തെത്തിയാൽ ഈ കുട്ടി മ്യൂട്ടാവും. സ്കൂളിൽ നിന്ന് എവിടുന്ന് സംസാരിക്കൂല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഡോക്ടറെ കാണും. പക്ഷെ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വീട്ടിൽ ഓക്കെയാണ്, വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും പഠനം ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ ഓക്കെയാണ്. അപ്പോ ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന്. പക്ഷെ അതവർക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്, ഏജിന്റെ പ്രശ്നമുണ്ട്. ഏജ് അപ്പം ചില കുട്ടികളിൽ അവരുടെ മൈൽ സ്റ്റോൺ ഫുൾഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ട് അവർക്കുണ്ടാകും. അപ്പൊ ആ ഏജ് കഴിയണം. അപ്പൊ അതും അതിന്റെ ഒരു ക്രൈറ്റീരിയയാണ്. ചില കുട്ടികളിലെ നമ്മള് എന്താണ് ഒരു കുട്ടിക്ക് ചിലപ്പോഴും ഇപ്പം ഒരു നല്ലൊരു ഉദാഹരണ രീതി പറയുകയാണെങ്കിൽ
ചില അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് 7-ാം മാസത്തിൽ കൊടുക്കണം, 6-ാം മാസത്തിൽ പ്രസവിക്കുന്ന കുട്ടികളുണ്ട്, 7-ാം മാസത്തിലുള്ളുണ്ട്, 8-ാം മാസത്തിലുണ്ട്, 9-ാം മാസത്തിലുണ്ട്, ഇനി ഒരുചൂടെ ലേറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഇവരെ എല്ലാം മൈൽ സ്റ്റോണുകളൊക്കെ പ്രയാസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റൽ ക്രൈസിസ് എന്ന് പറയും. ആ ക്രൈസിസ് അവര് ചിലപ്പം ഫുൾഫില്ല് ചെയ്യാൻ സമയം എടുത്തേക്കാം. അപ്പം ഒരിക്കലും അതുകൊണ്ടാണ് ഇപ്പം അത്യാവശ്യം മിക്ക രോഗങ്ങളും ഓരോ ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ട് അവർ പറയും ഇത് ഷുഡ് ബി നമുക്ക് ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് 6 വയസ്സ് പ്രായത്തിനപ്പുറം ഇത് ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പോലും എടുത്ത് പറയും ചില രോഗങ്ങൾ. അങ്ങനെയുണ്ട് സാർ. ഞാൻ കേട്ടു OCD ഉള്ള ഒരാളെ ഇത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ വീട്ടിലിപ്പം ഒരു കുട്ടിക്കാണ് OCD വെച്ചാൽ അവരെ അമ്മക്കോ ആർക്കെങ്കിലും ആ OCD ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു ഇതില് പറഞ്ഞ അവേർഷൻ തെറാപ്പി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം CRCയിലെ ഡോക്ടർ പറഞ്ഞു ഇപ്പം വൃത്തിന്റെ കാര്യത്തിലാണ് ഉള്ള ഒരു ക്ലയന്റ് ആണെങ്കിൽ സാറ് പറഞ്ഞു ഒന്നായിട്ട് ചളിയിൽ ഇങ്ങനെ തേച്ച് കുറച്ചു നേരം നിർത്തി വെച്ചാൽ തന്നെ അവർ അതിൽ നിന്ന് റിക്കവർ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ നാത്തൂന് കുറച്ച് OCDന്റെ സിംറ്റംസ് ഉണ്ട്. അപ്പൊ അവൾക്ക് ഈ കോവിഡിന്റെ സമയത്ത് ഈ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചപ്പോ ഒരുപാട് ഈ ഫുള്ള് വീട്ടില് ആൾക്കാരും ഈ മാസ്കും ഇങ്ങനെയൊക്കെ ആയ സമയത്ത് അവള് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോ അവൾക്ക് അത് മാറി. ആ ഒരു പേടി അപ്പോഴാ മാറിയതിന്. സാറ് പോയി. അപ്പൊ അങ്ങനെ ചിലർ പറയുമ്പോ ഇത് മെഡിസിൻ കഴിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് ആക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് CRCയിലെ സാറ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് OCDന്. ഒന്നാമത് OCDക്ക് ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡി അനുസരിച്ച് ഏറ്റവും അവേർഷൻ തെറാപ്പി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അവേർഷൻ തെറാപ്പി ഫോർ നോർമൽ പേഴ്സൺസ് ആണ് കൂടുതലായിട്ട് നമ്മളെ. അപ്പം ഇതിനകത്ത് ERP എന്നും പറഞ്ഞൊരു തെറാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് തെറാപ്പിയാണ് ERP. അപ്പം റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്നാണ് പറയുന്നത് ERP. ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വെച്ച് എടുത്തതാണ്. ERP അതോടൊപ്പം തന്നെ EMDR ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അതിന് ഈ OCDക്ക് ബെസ്റ്റ് തെറാപ്പി ആയിട്ട് പറയുന്നത് ERP ആണ്. അവേർഷൻ തെറാപ്പി നമുക്ക് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെല്ലാം ക്രോണിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ്, സെക്ഷൽ പെർവേഷൻസ് അങ്ങനെയുള്ളതിനൊക്കെ ഇതിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല കേട്ടാ, ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും ഉപയോഗപ്രദം ഇതാണ് ERP ആണ്. അത് കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇടുക. പിന്നെ നമ്മളിപ്പം തുണിയൊക്കെ എപ്പോഴും മടക്കി വെക്കണം ആ രീതിയിലൊക്കെ തോന്നുന്നവർക്കൊക്കെ ആ തോന്നൽ വരുമ്പം ഈ റബ്ബർ ബാൻഡ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വലിക്കുക എന്നുള്ളതല്ല. അതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ ഒബ്സസീവ് തോട്ടാണെന്ന് പറഞ്ഞില്ലേ, ഈ ഒബ്സസീവ് തോട്ട് ഉണ്ടാകുമ്പോൾ അവർക്ക് കമ്പൽസീവ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യണം നിർബന്ധമാണ്. ഈ ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ കയ്യിൽ ഒരു റബ്ബർ ഇട്ട് കൊടുത്തിട്ട് ബാൻഡിങ് എന്നാ പറയുന്നതിന് റബ്ബർ ഇട്ട് കൊടുത്തിട്ട് മോൻ ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നു, നീ എന്താണ് രാവിലെ വെള്ളം എടുത്ത് പല്ല് തേക്കാനായിട്ട് നോക്കുന്നു, പല്ല് തേക്കുമ്പോഴത്തേക്ക് നിന്റെ വായിൽ തൊണ്ടയിൽ വരെ വെള്ളം ഇറങ്ങി എന്നുള്ള തോന്നലുണ്ടാകും. ഇറങ്ങിയെങ്കിലേ എനിക്ക് ക്ലീൻ ആകത്തോള്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വെള്ളം എടുത്തൊഴിക്കണം, വീണ്ടും വെള്ളം ഒഴിക്കണം എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് നിന്റെ കയ്യിലോട്ട് നോക്കുക, ആ റബ്ബർ പിടിച്ചിട്ട് ഒന്ന് വലിക്കട വിടുക. അപ്പൊ അത് ശരീരത്തിൽ ആ വേദന കൊണ്ട് അവന് അടുത്ത പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കാതെ പോകും എന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിലെ നമ്മൾ ഈ ചുറ്റുവട്ടം കാണുന്ന നമുക്കറിയാവുന്ന ഓരോ പേഴ്സണാലിറ്റിയെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എങ്ങനെയാണ് ഓരോരുത്തരുടെയും ബിഹേവിയറിനകത്ത് എന്തൊക്കെ ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ നമ്മൾ കാണുന്ന സിനിമയിലായാലും എന്തിലായാലും ഒരു ക്യാരക്ടറിനെ കണ്ട് അതിനെ ഒന്ന് ശരിക്കും പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും പ്രയോജനമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ
ഞാൻ ഒരാളെ കണ്ട് എൻ്റെ പ്രവൃത്തികളല്ല, ഞാൻ കൂടുതലും വീട്ടുകാരെ, എൻ്റെ പിള്ളേരെയാണ്, പെങ്ങളുടെ മക്കളെയാണ് ഞാൻ എപ്പോഴും പഠന വിഷയമാക്കുന്നത്. അപ്പോൾ കാണുന്ന ആൾക്കാരും നമ്മുടെ സംഭാഷണവും കാര്യങ്ങളും എല്ലാം നമ്മൾ അസസ് ചെയ്താൽ മതി. അത്യാവശ്യ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പിടികിട്ടും. ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. നമ്മളിപ്പോ ഈ ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഏകദേശം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ വരും, എപ്പോഴും ഓർക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറയുന്ന കുറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. അതുപോലെ ഞാനിപ്പോ ഇന്റേൺഷിപ്പിന് പോയതും CRCയിൽ പോയിട്ടുണ്ട്, ന്യൂറോട്ടിക് സെന്ററിൽ പോയിട്ടുണ്ട്. അതല്ലാതെ വേറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറയുന്ന എക്സാമ്പിൾസ് ഞാൻ എപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കും. അപ്പൊ നമുക്ക് ഈ ഡിസോർഡേഴ്സിനെ കുറിച്ച് നന്നായിട്ട് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഇച്ചിരി എളുപ്പമാണ് നമ്മളെ കുറിച്ച് അനലൈസ് ചെയ്യുക. കുറച്ച് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് തന്നെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ നോക്കണം. ഇതൊക്കെ വലിയ ഡിസോർഡർ ആണെന്നുള്ള പേടി പിന്നെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. അതിനേക്കാളും ഭേദം നമ്മളൊക്കെ ആണ് എന്ന് തന്നെ വിശ്വസിച്ചിട്ട്. അല്ലല്ല, ചിലർക്ക് പറയാൻ പറ്റില്ല മാഡം. ഇതൊക്കെ പഠിച്ചു വരുമ്പം ഇത് ഡിസോർഡർ ആണോ അതോ ഡിസോർഡർ ആണോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ റിക്കവർ ആവാൻ പാടാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മളൊക്കെയാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് ആണ് ഫിസിക്കൽ സിംറ്റംസിലേക്ക് വന്നത്. അപ്പൊ എപ്പം പോയി ചെക്ക് ചെയ്താലും കുറെ ടെസ്റ്റുകൾ ചെയ്താലും എന്താണുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ശരിക്കും നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പൊ സൊമാറ്റോഫോം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് സൊമാറ്റോഫോം ഡിസോർഡർ ആണെന്ന്. അപ്പൊ ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നാലോ ശരിക്കും ഒരു ഡൗട്ടാ, എനിക്ക് സൊമാറ്റോഫോം ആണോ അല്ലെങ്കിൽ ശരിക്കും ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇത് വരുന്നത് എന്നൊക്കെ. എന്നാലും ഇപ്പം കുറെയൊക്കെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് പേടിക്കുന്ന ആദ്യത്തെ മാതിരി ഒരു പേടിയൊന്നുമില്ല. കുറെയൊക്കെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ അങ്ങനെ ആദ്യത്തെ അത്ര അസുഖങ്ങളൊന്നും ഇല്ല. എനിക്ക് ഹാർട്ടിനും വാൽവിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ സൈക്കോളജി എപ്പോഴും BP തീരെ കുറയില്ലായിരുന്നു, BP കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ BP ഒന്നും ഇല്ല, BPന്റെ മെഡിസിൻ ഇല്ല, ഹാർട്ട് പമ്പിങ് ഒക്കെ നോർമലായി, വാൽവും ഒക്കെ നോർമലായി എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തന്നെ ഉപകാരമായി ഡിസോർഡേഴ്സിനൊക്കെ പഠിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം നമ്മുടെ ക്ലയൻസ് ഒക്കെ വരത്തില്ലേ, അപ്പൊ അതിനകത്ത് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് പോലുമാണ് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയും. ലേൺ ദം, അവരെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതും ചില ആൾക്കാർക്ക് എന്താണ് ലീലാമാം പറഞ്ഞതുപോലെ പ്രയാസം ഉണ്ടാകാം, ടെൻഷനായി വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരാൾക്ക് ടെൻഷൻ ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് വീണ്ടും ടെൻഷനാകും. അപ്പൊ അതങ്ങനെ ഉണ്ടാകാം. എന്നാൽ ചില ആൾക്കാരിൽ പഠിപ്പിക്കുന്നത് വഴിയും അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നത് അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റന്നാൾ കാണാം. നാളെ നമുക്ക് ലൈഗോമാവിനൊക്കെ നമുക്ക് ഞാനൊരു ഇച്ചിരി എത്തുമ്പോഴത്തേക്ക് താമസിക്കും കേട്ടോ. ഒരു 9 മണിക്ക് ക്ലാസ് വെച്ചാലോ? നാളെ ഞാൻ ഗ്രൂപ്പിലൊന്ന് വെക്കാം. അപ്പൊ നാളെ നമുക്ക് സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ക്ലാസ് ആയിരിക്കും. അതെങ്ങനെയാണ് അതിന്റെ അനാട്ടമി വർക്ക് ചെയ്യുന്നത്. എനിക്ക് 9 മണിക്ക് MAPCയുടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ലഘു മാം അങ്ങനെ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം നസീം മാം. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫാദർ.